ജോയേൽ 2:28. അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ഈ ദൈവനാദത്തെ സ്വീകരിച്ചവൻ, ഈ ദൈവനാദത്തെ ഏറ്റെടുത്തവൻ. ഇവരാണ് മോസസ്, ഇവരാണ് മോസസ്, ഇവരാണ് മോസസ്. സ്നേഹമുള്ളവരെ, മോസസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കരിസ്മാറ്റിക് നവീകരണം സഭയുടെ നവീകരണമാണ്. നവീകരിക്കുക എന്ന് വെച്ചാൽ പുതുതാക്കുക എന്ന് തന്നെ അർത്ഥം. സഭയുടെ വിശ്വാസ ജീവിതത്തെയും കൂട്ടായ്മ ജീവിതത്തെയും ആരാധനാ ജീവിതത്തെയും പുതുതാക്കാനും നവീകരിക്കാനും കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണം സഭയിൽ ഏറെ സഹായകമായിട്ടുണ്ടെന്ന് ഏവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. കേരളത്തിൽ കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണം ആരംഭിച്ച കാലം മുതൽ അതിന് നേതൃത്വം കൊടുത്തിരുന്ന KST കരിസ്മാറ്റിക് നവീകരണത്തെ സഭാത്മകമായി വളർത്തുവാനും സഭയുടെ വിവിധ ജീവിത തലങ്ങളെ നവീകരിക്കാനും ഏറെ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. അതിൽ പ്രത്യേകമായി കാലാകാലങ്ങളിൽ KSTയുടെ ചെയർമാൻമാരായി സേവനം അനുഷ്ഠിച്ച വൈദികരുടെ പങ്ക് ശ്രദ്ധേയമാണ്. അവർ ഇസ്രായേൽ ജനത്തെ മോശ നയിച്ചതുപോലെ കരിസ്മാറ്റിക് സമൂഹത്തെ കേരള മണ്ണിൽ ഏറെ ശ്രദ്ധയോടെ കരവിരുതോടെ ദൈവിക കൃപകളോടെ നയിക്കാൻ ഏറെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതാ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മോടൊപ്പം പങ്കുവച്ച 1998 മുതൽ 2001 വരെ കേരള കരിസ്മാറ്റിക് നവീകരണത്തെ നയിച്ച ബഹുമാനപ്പെട്ട സൈമൺ വള്ളോപ്പള്ളി അച്ഛൻ KST ചെയർമാനായതിനു ശേഷം തൻ്റെ ജീവിതാനുഭവങ്ങളും തൻ്റെ നവീകരണ അനുഭവങ്ങളും നമ്മുടെ മുമ്പിൽ ഹൃദയപൂർവ്വം പങ്കുവയ്ക്കുന്നു. ഏവരെയും ഒരിക്കൽ കൂടി ഈ മോസസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരള നവീകരണ സമൂഹത്തിൻ്റെ ചരിത്രത്തിലെ വർണ്ണചിത്രങ്ങൾ തേടി നാം ചെല്ലുമ്പോൾ കാൽവരിയുടെ മുകളിലേക്കെന്നോണം ക്രൂശിതനെ നോക്കി ധ്യാനിച്ചിരിക്കുന്ന ഒരു വൈദികന്റെ മുൻപിൽ ചെന്നെത്തും. ഇത് ഫാദർ സൈമൺ വള്ളോപ്പള്ളി. 1998 മുതൽ 2001 വരെ KSTയുടെ തണലായിരുന്ന പുരോഹിതൻ. നവീകരണ സമൂഹത്തിൻ്റെ പിന്നിട്ട വഴികളെ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തിൽ പൊതിഞ്ഞു പിടിച്ച ഇടയൻ. തികഞ്ഞ ശാന്തതയോടെ, അതിലേറെ കാഴ്ചപ്പാടുകളോടെ നവീകരണ ജീവിതങ്ങളെ കാലിടറാതെ പുതിയ തീരങ്ങളിലേക്ക് ചേർത്ത് നിർത്തിയ തൻ്റെ അനുഭവങ്ങൾ ഫാദർ സൈമൺ വള്ളോപ്പള്ളി നമുക്ക് മുൻപിൽ സ്മരിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിലൂടെ അച്ഛൻ്റെ വ്യക്തിപരമായ ജീവിതാനുഭവങ്ങളും കരിസ്മാറ്റിക് നവീകരണത്തിലേക്കുള്ള അച്ഛൻ്റെ വളർച്ചയും ഞങ്ങളോട് പങ്കുവച്ചു. ഈ എപ്പിസോഡിൽ അച്ഛൻ KSTയുടെ കേരള കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ചെയർമാനായ അനുഭവങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എല്ലാ ശാലോം പ്രേക്ഷകർക്കും വേണ്ടി 1998 മുതൽ 2001 വരെ കേരള നവീകരണത്തെ നയിച്ച ബഹുമാനപ്പെട്ട സൈമൺ വള്ളോപ്പള്ളി അച്ഛനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ 3 വർഷക്കാലം കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണത്തെ വളരെ വ്യക്തതയോടെ നയിച്ച KST ചെയർമാനാണ്. അച്ഛൻ്റെ കരിസ്മാറ്റിക് നവീകരണത്തെക്കുറിച്ച് ആ കാലഘട്ടത്തിൽ അച്ഛനുണ്ടായിരുന്ന കാഴ്ചപ്പാടിനെക്കുറിച്ച്, അച്ഛൻ്റെ ഒരു നവീകരണ ദർശനത്തെക്കുറിച്ച് അച്ഛൻ ഞങ്ങളോട് ചുരുക്കമായിട്ടൊന്ന് പങ്കുവയ്ക്കാം. ഞാൻ KST ചെയർമാനായിരുന്ന കാലഘട്ടം നവീകരണത്തിൻ്റെ ഒരു സുവർണ കാലഘട്ടം തന്നെ ആയിരുന്നു എന്ന് വേണേൽ പറയാം. കാരണം ആ സമയത്താണ് ജൂബിലി സഭ ആഘോഷിച്ചത്. 2000 ജൂബിലി ആഘോഷിച്ചത്. അപ്പോൾ അത് ക്രിസ്തുവർഷം, പരിശുദ്ധാത്മവർഷം, ആബാ ഇയർ. അപ്പോൾ ആ നിലയിൽ ആ 3 വർഷങ്ങൾ അത് വളരെ ശ്രദ്ധേയമായിരുന്നു. ആ വർഷമാണ് ഈ ആബാ സെമിനാർ, അതെ, അതുപോലെ പരിശുദ്ധാത്മ സെമിനാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേരളം മുഴുവൻ അത് ഉണ്ടായത്. കേരളം മുഴുവനും ഇന്ത്യയിലും ലോകമെമ്പാടും ഉണ്ടായത്. അപ്പോൾ സത്യത്തിൽ ആ ജൂബിലി വർഷം സഭയിൽ ആഘോഷിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച ചൈതന്യം കരിസ്മാറ്റിക് നവീകരണമായിരുന്നു. അന്നത്തെ ഇൻ്റർനാഷണൽ ചെയർമാനും അന്നത്തെ ടീമും റോമിൽ നല്ലപോലെ സ്വാധീനം ചെലുത്തി
ഈ നവീകരണ രംഗം ജൂബിലി പ്രഖ്യാപിക്കുന്നതിലും അത് ആഘോഷിക്കുന്നതൊക്കെ നല്ലപോലെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ നവീകരണ മേഖലയിൽ എത്താൻ കഴിഞ്ഞതൊരു ഭാഗ്യമായി ഞാൻ കണക്കാക്കുകയാണ്. അച്ഛൻ കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ചെയർമാനായി. സ്വാഭാവികമായിട്ടും അച്ഛൻ്റെ പ്രവർത്തന മേഖല താമരശ്ശേരി രൂപതയും ഇവിടുത്തെ മലബാർ മേഖലയൊക്കെ ആയിരുന്നു. ആ തലത്തിൽ നിന്ന് അച്ഛൻ എങ്ങനെയാണ് KSTയുടെ ചെയർമാൻ എന്ന ആ ഒരു തലത്തിലേക്ക് എത്തിയത്? ഞാൻ താമരശ്ശേരി രൂപതയിലെ വൈദികനാണ്. താമരശ്ശേരി രൂപതയ്ക്ക് ബഥാനിയ സെൻറ്റർ എന്ന് പറഞ്ഞ ഒരു റിട്രീറ്റ് സെൻറ്ററുണ്ട്. രൂപതയുടെ വിശ്വാസ പരിശീലന കേന്ദ്രമാണ് പുല്ലൂരാമ്പാറയുള്ളത്. അപ്പോൾ അതിൻ്റെ ഡയറക്ടറായിട്ട് ഞാൻ 1996 മുതൽ ഉണ്ടായിരുന്നു. ഒപ്പം ആ കാലഘട്ടത്തിൽ അന്ന് കോഴിക്കോട് സോണിൻ്റെ അനിമേറ്ററായിരുന്നു, ജീസസ് യൂത്തിൻ്റെ അനിമേറ്ററായിരുന്നു. അപ്പോൾ അങ്ങനെ നവീകരണത്തിൻ്റെ ഈ സോണൽ ഘടകവുമായിട്ട് അന്ന് ഞാൻ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അന്ന് KSTയുടെ ഒരു അംഗമായിരുന്നു. തുരുത്തി മറ്റച്ഛനൊക്കെ അന്ന് KSTയുടെ അംഗമായിരുന്നു. അച്ഛൻ്റെ കൂട്ടത്തിൽ സഹകാരിയായിട്ടാണ് ഞാനും പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ KSTയിൽ അംഗമായിട്ട് വന്നു. പിന്നെ അടുത്ത ടേം വന്നപ്പോൾ KSTയുടെ ചെയർമാനായിട്ടാണ് പിന്നെ എന്നെ തിരഞ്ഞെടുക്കുന്നത്. അച്ഛൻ എനിക്ക് തോന്നുന്നു അവിടെ എമ്മാവൂസിൽ 3 വർഷക്കാലം പൂർണ്ണമായും ഇവിടെ നിന്ന് താമരശ്ശേരി രൂപതയിൽ നിന്ന് മാറി പൂർണ്ണമായിട്ടും അവിടെ താമസിക്കുകയായിരുന്നു. പിതാവ് വളരെ സ്വാതന്ത്ര്യത്തോടെ അച്ഛനെ കേരളത്തിലെ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വിട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അഭിമന്യ അപ്പോൾ ചിറ്റപ്പള്ളി പിതാവാണ് അതിന് ഉള്ള അനുവാദം തന്നതും അച്ഛൻ പിതാവാണ് നിയമിച്ചതും. അപ്പോൾ അത് സഭ സ്നേഹിച്ച് ഇത് സഭയുടെ ഒരു നവീകരണ മുന്നേറ്റമാണ്. അതുകൊണ്ട് പിതാവ് സഭയുടെ ഭാഗത്തു നിന്നുള്ള ഒരു സഹകരണമായിട്ട് കൂടിയാണ് താമരശ്ശേരി രൂപതയിൽ നിന്ന് എന്നെ റിന്യൂവലിൻ്റെ ചെയർമാനായിട്ട് 3 കൊല്ലം അവിടെ ഫുൾ ടൈം ആയിട്ടായിരിക്കാൻ വേണ്ടി പറഞ്ഞയച്ചത്. അച്ഛാ, ഈ 3 വർഷക്കാലം കരിസ്മാറ്റിക് നവീകരണം കേരളത്തിൽ വളരുന്നതിന് അച്ഛൻ ചില മേഖലകൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഏത് മേഖലയിലാണ് അച്ഛൻ കൂടുതൽ ഒരു KST ചെയർമാൻ എന്ന വണ്ണം കേരളത്തിൽ അച്ഛൻ കൂടുതൽ ശ്രദ്ധ കൊടുത്ത മേഖല ഏതാണ്? ശ്രദ്ധ കൊടുത്ത മേഖല പ്രധാനമായിട്ടും പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ വളർന്നു വരണം. അടിസ്ഥാനപരമായിട്ട് പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ കൂടെ വേണം നവീകരണ മുന്നേറ്റം വളരാനായിട്ട്. ധ്യാനം കൂടി വരുന്ന മനുഷ്യർ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലേക്ക് എത്തണം. ആ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലാണ് അവർ വളരേണ്ടത്. അപ്പോൾ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ അടിസ്ഥാനപരമായിട്ടുണ്ടാവണം. അതെല്ലാ ഇടവയിലും ഫോം ചെയ്യപ്പെടണം. ആ രീതിയിൽ അതിനാണ് ഒരു പ്രാധാന്യം ആ കാലഘട്ടത്തിൽ കൊടുത്തത്. മറ്റൊരു കാര്യമുള്ളത്, ആത്മായ നേതൃത്വം വളർന്നു വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. കാരണം സഭയിൽ വൈദികരും സമർപ്പിതരും വളരെ കുറച്ചേ ഉള്ളൂ. ദൈവജനം, സഭ ദൈവജനമാണ്. ആത്മായരാണ് ഭൂരിഭാഗം ആളുകളും. ഇപ്പോൾ സഭാ ശരീരത്തിൽ വളരെ ശ്രദ്ധേയമായ റോള് ആത്മായർക്ക് വഹിക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് ആത്മായർക്ക് അവരുടേതായിട്ടുള്ള സിദ്ധികൾ കണ്ടെത്തി, പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളെ കണ്ടെത്തി, അവരേത് മേഖലയിലാണ് സഭയ്ക്ക് ശുശ്രൂഷകരാവേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞ് അവരെ വളർത്താൻ വേണ്ടിയുള്ള ധാരാളം പ്രോഗ്രാമുകൾ ആ കാലഘട്ടത്തിൽ ചെയ്തിരുന്നു. കൗൺസിലിങ്ങിന് ട്രെയിനിങ് കൊടുക്കുക, പ്രീച്ചിങ് ട്രെയിനിങ് കൊടുക്കുക, ഔട്ട്റീച്ച് മിനിസ്ട്രികൾ, അങ്ങനെ വളരെയേറെ മിനിസ്ട്രികൾ ആ കാലഘട്ടത്തിൽ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നു. അത് സോണൽ ലെവലിലും ഉണ്ടായിരുന്നു, KSTയുടെ ലെവലിലും അങ്ങനത്തെ മിനിസ്ട്രികൾക്ക് രൂപം കൊടുത്തിരുന്നു. അങ്ങനെ ആത്മായർ ആ കാലഘട്ടത്തിൽ വളരെയേറെ പേര് രംഗത്ത് വന്നു. മറ്റൊരു കാര്യം ഞാൻ ഓർക്കുന്നത്, ഏകസ്ഥരായിട്ട് വളരെയേറെ വ്യക്തികളുണ്ടായിരുന്നു, സ്ത്രീകളും പുരുഷന്മാരും. അപ്പോൾ അവർ എന്ത് ചെയ്യണം, അവരുടെ റോൾ എന്താണെന്ന് അവർക്ക് തന്നെ അറിയില്ലാത്തൊരു സമയമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പ്രൊഫസർ ആലീസ് കുട്ടി തുടങ്ങിയവർ ആ രംഗത്തേക്ക് മുമ്പോട്ട് വന്നു. അവരുടെ സഹകരണത്തോടുകൂടെ ഏകസ്ഥർക്ക് ഒരു ദിശാബോധം കൊടുക്കാനും അവർ സഭയിൽ പ്രധാനപ്പെട്ടവരാണെന്ന് കണക്കാക്കാനും അവരുടെ വരദാനങ്ങൾ കണ്ടെത്തി അവർ സഭയിൽ ശുശ്രൂഷകരായിട്ട് മാറാനും ഉള്ള പരിശ്രമങ്ങൾ ആ സമയത്ത് നന്നായിട്ട് നടന്നിട്ടുണ്ട്. ഇന്നത് നന്നായി പുരോഗമിച്ച് വരുന്നുമുണ്ട്. നവീകരണ കൂട്ടായ്മകൾ ശക്തിപ്പെടണമെങ്കിൽ പ്രാർത്ഥനാ ഗ്രൂപ്പുകളുടെ പ്രാധാന്യം ഏറെ വലുതാണെന്ന് അച്ഛൻ നമുക്ക് കാണിച്ചു തരുന്നു. KSTയിലെ തൻ്റെ സേവന കാലഘട്ടത്തിൽ പ്രാർത്ഥനാ ഗ്രൂപ്പുകളുടെ വളർച്ചയ്ക്കായും ആത്മായ രൂപീകരണത്തിനായും ഏകസ്ഥരുടെ കൂട്ടായ്മയ്ക്കായും വലിയ പ്രാധാന്യത്തോടെ പ്രവർത്തിച്ചതായി അച്ഛൻ സ്മരിക്കുന്നു. പുതിയ കാലഘട്ടങ്ങളിലെ സങ്കീർണമായ സുവിശേഷ പ്രഘോഷണ മുന്നേറ്റ പ്രവർത്തനങ്ങൾക്ക് കൂട്ടായ്മയിൽ നിലനിന്നുകൊണ്ടുള്ള പ്രവർത്തന ശൈലി മാത്രമേ ഉൾക്കൊള്ളാവൂ എന്ന്
സൈമൺ അച്ഛൻ നമുക്ക് പറഞ്ഞു തരുന്നു. അച്ഛൻ പറഞ്ഞല്ലോ ഈ അച്ഛൻ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ അതുപോലെ തന്നെ അൽമായ രൂപീകരണം ഈ രണ്ട് കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു എന്ന് പറഞ്ഞു. ഞാൻ ഓർക്കുന്നുണ്ട്, അതായത് ആ ഒരു അച്ഛൻ്റെ ആ ഒരു സമയത്താണ് പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ തോറും ജൂബിലിയോടനുബന്ധിച്ച് സഭയുടെ 2000 ആണ്ടിൻ്റെ ജൂബിലിയോടനുബന്ധിച്ച് ഈ ആബാ സെമിനാർ എല്ലാ പ്രാർത്ഥനാ സമൂഹങ്ങളിലും നടന്നത്. തീർച്ചയായിട്ടും ആ ഒരു അച്ഛന് പ്രാധാന്യം കൊടുത്തത് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അച്ഛൻ എന്ത് തോന്നുന്നു? പ്രാർത്ഥനാ ഗ്രൂപ്പുകളുടെ വളർച്ച നടന്നതായിട്ട് അച്ഛൻ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? ആ സമയത്ത് പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ സജീവമായിരുന്നു, വളർന്നു വന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ ഉള്ള അംഗങ്ങളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ശോഷിക്കുന്നു എന്ന് ആണ് പൊതുവെ എനിക്കും തോന്നിയിട്ടുള്ളത്. പൊതുവെ അങ്ങനെ ഒരു അഭിപ്രായം വന്നിട്ടുണ്ട്. പക്ഷെ അത് അങ്ങനെ ആവാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ തന്നെ ആവണം. പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ തന്നെയാണ് നവീകരണ മുന്നേറ്റത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫോറം. അതിൽ തന്നെ വേണം ആളുകൾ വളരാൻ. അവിടെ തന്നെ വളരുന്ന ആളുകൾ. അച്ഛനിടയ്ക്ക് സൂചിപ്പിച്ചില്ല അൽമായ രൂപീകരണത്തെക്കുറിച്ച്. ഞങ്ങൾ അച്ഛനെ ധാരാളം കേരളത്തിൽ, പ്രത്യേകിച്ച് 3 വർഷക്കാലത്തെ അച്ഛൻ്റെ ചെയർമാൻ കാലഘട്ടത്തിൽ കേരളത്തിലെ എല്ലാ സോണുകളിലും പല പ്രാവശ്യം അച്ഛൻ യാത്ര ചെയ്ത് ചെന്നിട്ടുണ്ട്. ബസ്സിൽ യാത്ര ചെയ്ത് ചെന്നിട്ടുണ്ട്. അവിടെ എല്ലാം അച്ഛന് കേരളത്തിൽ ധാരാളം അൽമായ സുഹൃത്തുക്കളുമുണ്ട്. കരിസ്മാറ്റിക് നവീകരണത്തിൽ അൽമായ സുഹൃത്തുക്കൾ. ഈ അൽമായ വളർച്ചയെ, കരിസ്മാറ്റിക് നവീകരണത്തിലൂടെയുള്ള അൽമായ വളർച്ചയെ അച്ഛൻ എങ്ങനെ നോക്കിക്കാണുന്നു? ആത്മായുടെ വളർച്ച എന്ന് പറയുന്നത് സഭയുടെ വളർച്ച തന്നെയാണ്. അത് വളരെ വളരെ അടിസ്ഥാനപരമായൊരു കാര്യമാണ്. ആത്മായർ പണ്ടൊക്കെ പറയുന്നത് പോലെ പള്ളിക്ക് പണം കൊടുക്കുക, പ്രാർത്ഥിക്കുക, അനുസരിക്കുക, ഈ ഒരു കാര്യം മാത്രം ചെയ്യേണ്ടവരല്ല എന്നുള്ള ഒരു നല്ല തിരിച്ചറിവ് ഈ കാലഘട്ടത്തിൽ വളർന്നു വന്നിട്ടുണ്ട്. അത് നവീകരണ മുന്നേറ്റം അതിന് വളരെ ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇടുക്കി തങ്കശ്ശായി നിന്ന് വിളിക്കുന്ന വി അഗസ്റ്റിൻ, അങ്ങനെ ധാരാളം പേര് ആ നിലയിൽ വളരെ ആത്മാർത്ഥമായി രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ സഹകരണത്തോടു കൂടി തന്നെയാണ് ഞാൻ അന്ന് അവിടെ ആയിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ ഈ ആത്മായ മുന്നേറ്റത്തിന് പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. തന്നെയുമല്ല, എമ്മാവൂസിൽ ലേറ്റി ഫോർമേഷൻ സെൻ്ററായിട്ടാണ് അത് സ്ഥാപിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു പുതിയ ബ്ലോക്ക് എടുത്തപ്പോൾ ലേറ്റി ഫോർമേഷൻ സെൻറ്റർ എന്നാണ് അതിന് പേരിട്ടത്. അത് എന്നെ മുമ്പുണ്ടായിരുന്നവർ ഇട്ടതാണ്. അപ്പോൾ നവീകരണത്തിൻ്റെ ഒരു ലക്ഷ്യം ലേറ്റി ഫോർമേഷനാണ്. അങ്ങനെ വളർന്ന ധാരാളം അൽമായർ ധാരാളം പേര് നവീകരണ രംഗത്ത് വന്നിട്ടുണ്ട്. അവർ കേരളത്തിലും കേരളത്തിൻ്റെ വെളിയിലുമൊക്കെ വളരെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്. ആത്മായരെ സഭയുടെ സുവിശേഷ മുന്നേറ്റ പ്രവർത്തനങ്ങൾക്ക് എപ്രകാരം മുതൽ കൂട്ടാമെന്ന് അച്ഛൻ വളരെ ഗാഢമായി ചിന്തിച്ചിരുന്നു. അതിനാൽ തന്നെ ഒരുപാട് ആത്മായ വചന ശുശ്രൂഷകരെ മുൻനിരയിലേക്ക് കരം പിടിച്ചു നടത്താൻ സൈമൺ അച്ഛൻ മുൻകൈയെടുത്തു. ഇത്തരം വ്യക്തികളിലൂടെ പിന്നീട് തിരുസഭയിലെ സുവിശേഷ പ്രഘോഷണ മുന്നേറ്റങ്ങൾക്ക് വന്ന കരുത്ത് വളരെ വലുതാണ്. സുവിശേഷമേകുവാനായി സുവിശേഷമാകുന്ന ഒരുപാട് സുവിശേഷ ധീരന്മാരായ ശുശ്രൂഷകർ ഇതിലൂടെ തിരുസഭയിൽ ഉണർന്നെഴുന്നേറ്റു. അച്ഛൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഇപ്പോഴും അച്ഛൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്, നവീകരണം പക്വതയോടെ വളരണം. അച്ഛൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്കാണത്. നവീകരണം പക്വതയോടെ വളരണം, നവീകരണം ആഴപ്പെടണം. എനിക്ക് തോന്നുന്നു അച്ഛൻ ചെയർമാൻ കാലഘട്ടത്തിൽ അന്നത്തെ KST ഈ കരിസ്മാറ്റിക് നവീകരണം വളരെ ആഴപ്പെട്ട് വളരാനും പക്വതയോടെയും സഭാത്മകമായിട്ട് വളരാനും പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അച്ഛൻ്റെ ഓർമ്മയിൽ വരുന്ന ചില കാര്യങ്ങൾ, ഈ നവീകരണത്തെ സഭാത്മകമാക്കാനും ആഴപ്പെടുത്താനും ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളെ ഒന്ന് ഓർക്കാമോ? സഭാത്മകമാകുക എന്ന് പറയുമ്പോൾ നവീകരണ മുന്നേറ്റം എന്ന് പറയുന്നത് സഭയുടെ നവീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. അത് സഭയുടെ നവീകരണമാണ് മുന്നേറ്റം വെച്ചിട്ടുള്ളത്. അപ്പോൾ സഭ എന്ന് പറയുമ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടൊരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ ഇടവകയാണ്, അല്ലെങ്കിൽ അവൻ്റെ രൂപതയാണ്, അല്ലെങ്കിൽ അവൻ്റെ പ്രാദേശിക സഭയാണ്. അപ്പോൾ ആ ഇടവകയോടും അവൻ്റെ പ്രാദേശിക സഭയോടും ചേർന്നാണ് ആ വ്യക്തി വളരേണ്ടത്. ദൈവത്തിൻ്റെ പരിപാലനം അങ്ങനെയാണ്. അപ്പോൾ ആ സഭയുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടുക. ഉദാഹരണത്തിന് ഇടവകയിലാണെങ്കിൽ അവിടെ പാരിഷ് കൗൺസിലുണ്ട്, അവിടെ സംഘടനകളുണ്ട്, അവിടെ ഒത്തിരിയേറെ മിനിസ്ട്രികളുണ്ട്, വിദ്യാഭ്യാസ രംഗമുണ്ട്, ആതുര സേവന രംഗമുണ്ട്. ആ മേഖലകളിലൊക്കെ ആത്മാവിൻ്റെ സജീവമായ സാന്നിധ്യം വേണം.
ആത്മാവിനവിടെ സുവിശേഷം കൊണ്ട് നിറഞ്ഞവനാണെങ്കിൽ ആ മേഖലയൊക്കെ സുവിശേഷവൽക്കരിക്കാൻ കഴിയും. ഇന്ന് പല മേഖലകളിലും പരാതികൾ നമുക്ക് ഏറെ കേൾക്കുന്നുണ്ട്. അത് നേതൃരംഗത്ത് വരുന്നവർ സുവിശേഷം അനുസരിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ അവർ പ്രവർത്തിക്കുന്ന മേഖലകളിലൊക്കെ അതിൻ്റെ ചൈതന്യം തീർച്ചയായിട്ടും വരും. അപ്പോൾ ആത്മായ സഹോദരങ്ങളിലൂടെയാണ് ഈ മേഖലകളെല്ലാം സുവിശേഷവൽക്കരിക്കപ്പെടേണ്ടത്. ഒപ്പം നമ്മുടെ രാഷ്ട്രീയ മേഖലയുണ്ട്, സാംസ്കാരിക മേഖലയുണ്ട്. അപ്പോൾ ആത്മായരായിട്ടുള്ളവർ ഒരു പ്രാർത്ഥനയും പള്ളിയുമായിട്ട് മാത്രം ഒതുങ്ങേണ്ടവരല്ല. അവർ ഈ രംഗത്തെല്ലാം പുറത്ത് വരണം. രാഷ്ട്രീയ രംഗത്ത് വരണം, സാമൂഹിക രംഗത്ത് വരണം, സാംസ്കാരിക രംഗത്ത് ഉണ്ടാവണം, മീഡിയയുടെ രംഗത്ത് അവർ പ്രവർത്തിക്കണം. അതേത് മേഖലയിൽ ആണെങ്കിലും ആ മേഖലകളെയൊക്കെ സുവിശേഷവൽക്കരിക്കുക, അവിടെ നല്ല ചൈതന്യം കൊടുക്കുക, അത് ആത്മാരുടെ ദൗത്യമാണ്. അപ്പോൾ അതിന് ആത്മായർ ബേസിക്കായിട്ട് സഭാപ്രബോധനങ്ങളിൽ വളർന്ന് ആത്മീയ വരദാനങ്ങളിൽ വളർന്ന് അവരങ്ങനെ പക്വതയുള്ളവരായി തീരണം. അപ്പോൾ ആ പക്വത അവരുടെ പഠനങ്ങളിലും ബോധ്യങ്ങളിലും വരണം, ഒപ്പം അവരുടെ പ്രവർത്തന ശൈലിയിൽ വരണം. നമ്മൾ ആന്തരിക സൗഖ്യം പ്രാപിക്കുക എന്നൊക്കെ പറയുമല്ലോ, അത് വൈകാരിക പക്വത ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആത്മീയമായിട്ട് എത്രമാത്രം നേട്ടമുണ്ടെങ്കിലും ഈ വൈകാരിക പക്വത നമുക്കില്ലെങ്കിൽ നമ്മൾ സ്വീകാര്യരാവുകയില്ല. അപ്പോൾ ഇടവയിലൊക്കെ വൈകാരിക പക്വതയും കൂടെ വേണം, ഒപ്പം ആധ്യാത്മിക ബോധ്യങ്ങൾ വേണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആത്മായ നിരയാണ് ഇടവയിലും രൂപതയിലും പൊതുസമൂഹത്തിലൊക്കെ സ്വീകാര്യരായി തീരുന്നത്. അതായത് അച്ഛൻ്റെ ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഏത് മേഖലയിലും കൊള്ളാവുന്ന അൽമായർ രൂപപ്പെടണം. ഏത് മേഖല അതെ അതെ, നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന തീർച്ചയായിട്ടും രീതിയിലുള്ള വളർച്ചയുള്ളവർ വരണം. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിൽ ഉയർന്നവരും സാമ്പത്തികമായിട്ട് ഉയർന്നവരും മാത്രമേ ഉള്ളൂ എന്നുള്ള ചോദ്യം പ്രസക്തമല്ല. അത് ഏത് വ്യക്തിയും ദൈവത്തിന് പരിശുദ്ധാത്മാവിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി സ്വാഭാവികമായിട്ടും എളിമയോടെ നിന്നാൽ അവർ ഈ രംഗത്തൊക്കെ വളർന്നുകൊള്ളും. വിദ്യാഭ്യാസം ഇല്ലാത്തവർ, സ്കൂളിൽ പോകാത്തവർ പോലും വളരെ നന്നായി ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികളുണ്ട്. അതായത് കുറച്ചുകൂടി ഒരു ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ കരിസ്മാറ്റിക് നവീകരണത്തെ നമ്മൾ അച്ഛൻ്റെ കാലഘട്ടത്തിലും അല്ലെങ്കിൽ മുൻപും പിൻപും ഒക്കെ ശ്രദ്ധിച്ചിട്ടുള്ളത് അതൊരു ആയിരിക്കുന്ന സ്ഥലത്ത് പുളിമാവാകാൻ വേണ്ടിയാണ്. അതെ അതെ അതെ, പുളിമാവാവുക, ഉപ്പാവുക എന്നുള്ള ബൈബിളിൻ്റെ ഭാഷ. അത്തരം ട്രെയിനിങ്ങുകൾ ആണോ നമ്മൾ എമ്മാവൂസ് കേന്ദ്രീകരിച്ചൊക്കെ നൽകിയിട്ടുള്ളത്? എമ്മാവൂസ് കേന്ദ്രീകരിച്ച് കൊടുക്കുന്ന ട്രെയിനിങ് ആ തരത്തിലുള്ള ട്രെയിനിങ് ആയിരുന്നു. അതങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായവും. എനിക്ക് തോന്നുന്നു അച്ഛൻ അതായത് ആനുകാലികമായി സഭ ഇറക്കുന്ന പ്രബോധനങ്ങൾ, ചാക്രിക ലേഖനങ്ങൾ, ഇതിനെ സംബന്ധിച്ചൊക്കെയുള്ള ട്രെയിനിങ്ങുകൾ എമ്മാവൂസിൽ നൽകാറുണ്ട് എന്നാണ്. അതെ, എമ്മാവൂസിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ ഇപ്പോൾ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, വത്തിക്കാൻ കൗൺസിൽ ഡിഗ്രികൾ, ഓരോ സമയത്തും അർഹവന്മാരെ ഇറക്കുന്ന പ്രബോധനങ്ങളുണ്ട്. അതെല്ലാം ആധികാരികമായിട്ട് പഠിക്കുകയും അപ്പോൾ അത് പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് മാത്രമേ നവീകരണത്തെ പക്വതയിൽ വളർത്താൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ അറിവില്ലാത്തവരായിട്ട് വരദാനങ്ങൾ മാത്രമായിട്ട് പോകുന്ന ചില വിഭാഗക്കാരെ പോലെ പോകാൻ പാടില്ലാകില്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഒരേപോലെ പോകണം. ഒന്ന്, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ പ്രവർത്തിക്കുന്നവരുമാകണം, ഒപ്പം അവബോധങ്ങളിൽ ആഴപ്പെടുന്നവരുമാകണം. രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആയുധം കയ്യിലിരിക്കുന്നവന് നന്നായി പെരുമാറാൻ അറിയത്തില്ലെങ്കിൽ ആയുധം കൊണ്ട് ഉപദ്രവിക്കുകയും ചെയ്യാം, ആയുധം കൊണ്ട് നല്ല കാര്യം ചെയ്യാം. അപ്പം ആയുധം പരിശുദ്ധാത്മാവിൻ്റെ വരദാനമാണ്. അത് ബേസിക്കായിട്ട് നല്ല ബോധ്യങ്ങളും വിശ്വാസത്തിൻ്റെ ആഴത്തിലുള്ള അനുഭവമുള്ളവർ വരദാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ വേണ്ട വിധത്തിൽ സഭയിൽ അത് വെളിവായിട്ട് പ്രവർത്തിക്കും. വരദാനങ്ങൾ എന്നും നവീകരണത്തിൻ്റെ കരുത്താണ്. ഇതിനെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയോട് ചേർന്ന് നിരന്തരം തിരുസഭയുടെ വളർച്ചയ്ക്കായി ഉപയോഗപ്പെടുത്തുവാനാണ് നാം മുതിരേണ്ടത് എന്ന് അച്ഛൻ നമുക്ക് പറഞ്ഞു തരുന്നു. അതിനായി നാം തിരുസഭയുടെ പഠനങ്ങളും തിരുസഭയുടെ ശൈലിയും ഏറെ മനസ്സിലാക്കേണ്ടതുണ്ട്. ആത്മാക്കളുടെ സൗഖ്യത്തിനും വിടുതലിനുമായി വിശുദ്ധിയുള്ള ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് ഉപകരണമാക്കുന്നു. ഇതാ, നവയുഗത്തിലേക്ക് സഞ്ചരിക്കുന്ന നമുക്ക് വിശുദ്ധിയോടെ വ്യാപരിച്ച് വരദാനങ്ങളിൽ വളരാം. അപ്പോൾ അച്ഛനൊരു മുൻ ചെയർമാൻ എന്ന വണ്ണം ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ശരിക്കും കേരളത്തിൽ ഈ കഴിഞ്ഞ 10-40 കൊല്ലം കരിസ്മാറ്റിക് നവീകരണം കേരളത്തിൽ വ്യാപിച്ചിട്ട് 40 കൊല്ലം അങ്ങനത്തെ ധാരാളം അൽമായർ പക്വതയുള്ള, ആഴമുള്ള, നല്ല സഭാത്മക ചിന്തകളുള്ള അൽമായരെ സമ്മാനിക്കാൻ കരിസ്മാറ്റിക് നവീകരണത്തിന് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ തീർച്ചയായും കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അത്തരം വ്യക്തികളെ
ആണെങ്കിൽ ധാരാളമുണ്ട്. ധാരാളമുണ്ട്. ഇപ്പോൾ നാഷണൽ സർവീസ് ടീമിൻ്റെ ചെയർമാനായിരുന്ന പ്രൊഫസർ കോൺസ്റ്റന്റൈൻ, ഓക്കെ. ഇപ്പോൾ സിറിൽ ജോൺ കേരളക്കാരൻ. ഡൽഹി ബേസ് ആണെങ്കിലും കേരളക്കാരൻ. കേരളക്കാരനാണ്. നമുക്ക് ധാരാളം പേര് അൽമായ രംഗത്ത് വന്നിട്ടുണ്ട്. അതുപോലെ സന്യാസിനികൾ ധാരാളം പേര് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. മറ്റൊരു കാര്യം ഇതാണ്, സന്യാസിനികൾ ഈ നവീകരണ രംഗത്തിലേക്ക് വന്നിട്ട് വളരെ ശക്തമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സിസ്റ്റേഴ്സ് ഇടവകളിലും കരിസ്മാറ്റിക് മുന്നേറ്റ മേഖലയിലും മറ്റു ഒത്തിരിയേറെ മേഖലകളിലെ സിസ്റ്റേഴ്സ് ശരിക്കും ക്രിസ്തുവിനെ സാക്ഷ്യം വഹിച്ചുകൊണ്ടുള്ള ആ പ്രയോറിറ്റി കൊടുത്തിട്ടുള്ള അനേകം സിസ്റ്റേഴ്സ് ഉണ്ട്. അതവർ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ, ആശുപത്രികളിലൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഒരു അവസാനമായിട്ടൊരു ചോദ്യം. ഇപ്പോൾ കരിസ്മാറ്റിക് നവീകരണം ആരംഭിച്ചിട്ട് കേരളത്തിൽ 40 കൊല്ലം കഴിഞ്ഞു. ഇങ്ങനൊരു സംവിധാനം, KST എന്ന് പറഞ്ഞൊരു സംവിധാനം ഇല്ലായിരുന്നെങ്കിൽ, ഈ കരിസ്മാറ്റിക് നവീകരണം അല്ലെങ്കിൽ ഇതിനെ ഇങ്ങനെ വളർത്താൻ സോണൽ സംവിധാനങ്ങൾ, അങ്ങനെ നെറ്റ്വർക്കുകൾ ഇല്ലായിരുന്നെങ്കിൽ, അങ്ങനെ അച്ഛൻ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലായിരുന്നുവെങ്കിൽ എന്നുള്ള ഒരു കാര്യം ചിന്തിക്കേണ്ടതാണ്. അപ്പം അതിന് മറിച്ച് അത് ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അപ്പം അന്ന് കേരളത്തിൽ ഇതിന് വളരെ നിർദ്ദേശം കൊടുത്ത കൊല്ലം ബിഷപ്പ് ജെറോം ഫെർണാണ്ടസ്, അദ്ദേഹം ഇത് വളരെ മുന്നിൽ കണ്ടു. അദ്ദേഹം അത് വളരെ മുന്നിൽ കണ്ടിട്ടാണ് ഇതിനിങ്ങനെ സംവിധാനം വേണം എന്ന് പറഞ്ഞ് 3 റീത്തുകൾ കൊണ്ട് സംയോജിപ്പിച്ചുകൊണ്ട് ഇതിനൊരു സംവിധാനം വന്ന് അദ്ദേഹത്തിന് മനസ്സിൽ കണ്ട്, അദ്ദേഹമാണ് സത്യത്തിൽ ഇതിൻ്റെ തുടക്കം, സംവിധാനത്തിൻ്റെ കേരളത്തിലെ തുടക്കം. അതിനു മുമ്പ് നാഷണൽ ലെവലിൽ CBCIയിലൊക്കെ നമുക്ക് അംഗീകാരം കിട്ടിയിട്ടുണ്ട്. ഈ നവീകരണ മുന്നേറ്റം തന്നെ ആരംഭിച്ചപ്പോൾ അത് ശ്രദ്ധിച്ച പോൾ ദ 6th 6ാം പോൾ മാർപ്പാപ്പയാണ് അത് വത്തിക്കാനിലേക്ക് എത്തണമെന്ന് പറഞ്ഞ് വത്തിക്കാനിൽ തന്നെ ഓഫീസ് കൊടുത്തതും സഭയുടെ കീഴിലാക്കിയെടുത്തതും. ഈ മുന്നേറ്റം വളരെ ശക്തമാണ്, ഇത് സഭയുടേതാണ്, ഇത് മറ്റാരും ദുരുപയോഗിക്കരുത് എന്ന് കണ്ട് പോൾ മാർപ്പാപ്പയെ ഇതിൻ്റെ ആസ്ഥാനം വത്തിക്കാനിലേക്ക് കൊണ്ടുവന്നു. അതിന് ശേഷം വന്ന എല്ലാ മാർപ്പാപ്പമാരും ഈ നവീകരണ രംഗത്തെ വളരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സഭാത്മകമായിട്ട് തന്നെ വളർത്തിയെടുക്കണമെന്നുള്ള ഒരു പരിശുദ്ധാത്മാവിൻ്റെ തന്നെ പ്രവർത്തനമാണ് നാഷണൽ ലെവലിലും ഈ കേരള തലത്തിലുമൊക്കെ നമുക്ക് ഈ സംവിധാനം ഉണ്ടായത്. ഇവിടെ KST ഉണ്ട്, നാഷണൽ ലെവലിൽ NST ഉണ്ട്, പിന്നെ ഇൻ്റർനാഷണൽ ലെവലിൽ ICRAS ഉണ്ട്. ഈ സംവിധാനങ്ങളിലേക്ക് എത്തിയത് ഇത് സഭയുടേതാണ്. ഇതിന് നിയന്ത്രണം സഭയ്ക്ക് തന്നെയാണ്. സഭയിലെ ആത്മീയ വളർച്ചയുടെ ഉത്തരവാദിത്വം സഭയ്ക്കാണ്, അല്ലെങ്കിൽ മാർപ്പാപ്പയ്ക്കാണ്, മെത്രാന്മാർക്കാണ്. അത് അവരുടെ കീഴിൽ അവരോട് ചേർന്ന് വളർന്നു പോവേണ്ടതാണ്. അപ്പോൾ അങ്ങനെ അല്ലായിരുന്നെങ്കിൽ അത് ഏതെങ്കിലും ഒരു പെന്തിക്കോസ്റ്റൽ വിഭാഗം പോലെ അത് പോകാൻ സാധ്യതയുണ്ടായേനെ. ആ തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ സംവിധാനങ്ങൾ കരിസ്മാറ്റിക് നവീകരണത്തെ വളരെ പക്വതയോടെ നിലനിൽക്കാനും വളരാനും സഹായിച്ചു. അത് മുമ്പുള്ള എല്ലാ നേതൃത്വവും അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്, അങ്ങനെ സഹാത്മകമായി പോകാനായിട്ട്. അത് നവീകരണ മുന്നേറ്റത്തിൻ്റെ ഭാഗത്തു നിന്നാണ് പരിശ്രമം വന്നത് മുഴുവനും. ഇത് സഭയെ ഏറ്റെടുക്കണം, ഉത്തരവാദിത്വം സഭയുടേതാണ് എന്ന് പറഞ്ഞ് ഇത് സഭയ്ക്ക് സമർപ്പിക്കുകയായിരുന്നു. സത്യത്തിൽ തുടക്കത്തിൽ ഇത് ആത്മാരുടെ ഭാഗത്തു നിന്ന് വന്നു, ഏതാനും വ്യക്തിയുടെ ഭാഗത്തു നിന്ന് വന്നു, ചില ഗ്രൂപ്പുകളിലേക്ക് എത്തി. അവസാനം ഇത് ഈ ഗ്രൂപ്പിനെ വളർത്തി സഭയ്ക്ക് സമർപ്പിക്കുകയാണ് ചെയ്തത്. സഭ അത് തീർച്ചയായിട്ടും ഏറ്റെടുക്കുകയും ഇപ്പോൾ KCBC അതിന് കമ്മീഷനെ വെച്ച് 3 റീതികളിൽ നിന്ന് മെത്രാന്മാരെ വെച്ച് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വളരെ ശ്രദ്ധയോടെയാണ് ഇപ്പോൾ ഇതിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അച്ഛൻ്റെ അനുഭവങ്ങളും പ്രത്യേകിച്ച് ഒരു കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ കേരളത്തിലെ ചെയർമാൻ എന്ന വണ്ണം അച്ഛന് ഊന്നൽ കൊടുത്ത കാര്യങ്ങളും, അച്ഛൻ ഈ കരിസ്മാറ്റിക് നവീകരണത്തെ വളർത്താൻ വേണ്ടി എടുത്ത ചില ത്യാഗങ്ങളും, അതുപോലെ നവീകരണത്തെക്കുറിച്ചുള്ള അച്ഛൻ്റെ ഓർമ്മകളും ഞങ്ങൾക്ക് വളരെയധികം പ്രചോദനാത്മകമാണ്. ഈ അച്ഛൻ്റെ ഈ ഷെയറിങ് ഞങ്ങൾക്ക് നവീകരണത്തെ കുറച്ചുകൂടി സ്നേഹിക്കാനും നവീകരണത്തിൽ ഞങ്ങളെ തന്നെ അർപ്പിക്കാനും ഞങ്ങൾക്ക് കുറച്ചുകൂടി ആത്മവിശ്വാസവും ഉണർവും നൽകുന്നു. അച്ഛൻ്റെ ഈ പങ്കുവയ്ക്കലുകൾക്ക് ശാലോം പ്രേക്ഷകരുടെ പേരിൽ നന്ദി പ്രകടിപ്പിക്കുന്നു. നവീകരണ സമൂഹത്തിൻ്റെ പിന്നിട്ട വഴികളിൽ കാലിടറാതെ കരം പിടിച്ച ഈ വൈദികന്റെ തണൽ ഏറെ കുളിരേകുന്നതാണ്. വാക്കുകൾ കൊണ്ട് സുവിശേഷം പ്രഘോഷിക്കുന്നതിൽ നിന്നും മാറി പ്രവൃത്തികൾ കൊണ്ട് സുവിശേഷം പ്രഘോഷിക്കുവാൻ നാം ഒരുക്കപ്പെടണമെന്ന് സൈമൺ അച്ഛൻ നമുക്ക് പറഞ്ഞു തരുന്നു. കുരിശുമായി പുറകെ വരാൻ പറഞ്ഞ ആ 33 വയസ്സുകാരനായ തച്ചൻ്റെ മകൻ കുരിശിൽ മരിച്ചുപോയ ദൈവപുത്രനല്ല എന്നും ഇന്നും ഉദ്ധിതനായി ജീവിക്കുന്ന
ദിവ്യകാരുണ്യമാണെന്നുമുള്ള സുവിശേഷം നവീകരണ സമൂഹത്തിൻ്റെ ജീവരക്തമായി മാറുമ്പോൾ നാം ഓരോ സുവിശേഷ ദീപങ്ങളായി മാറുന്നു എന്ന് ഈ വൈദികന്റെ കാലടിപ്പാടുകൾ നമ്മെ പഠിപ്പിക്കുന്നു. ആരെനിക്കായി പോകും, ആരെനിക്കായി പോകും, പാകുവാനെൻ വചനം ഏകുവാനൊരു സാക്ഷ്യം. ക്ലേശമോ ദുരിതമോ പീഡനമോ രോഗമോ ദുഃഖമോ നഗ്നതയോ, ക്ലേശമോ ദുരിതമോ പീഡനമോ രോഗമോ ദുഃഖമോ നഗ്നതയോ, അകറ്റുകില്ലെന്നേ ഒരു നാളും അകറ്റുകില്ലെന്നേ കർത്താവേ നിൻ സ്നേഹത്തിൽ നിന്നും. അകറ്റുകില്ലെന്നേ ഒരു നാളും അകറ്റുകില്ലെന്നേ കർത്താവേ നിൻ സ്നേഹത്തിൽ നിന്നും. ആരെനിക്കായി പോകും, ആരെനിക്കായി പോകും, പാകുവാനെൻ വചനം ഏകുവാനൊരു സാക്ഷ്യം. ഞാൻ